ഓക്കെയാണല്ലോ ശബ്ദം എനിക്ക്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നേരത്തെ അറിയിച്ചിരുന്ന പോലെ തന്നെ ആസ്ത്മ അല്ലെങ്കിൽ മലയാളത്തിൽ വലിവ് എന്നൊക്കെ പറയുന്ന അസുഖത്തെക്കുറിച്ച് നമുക്ക് ഇത്തിരി സമയം സംസാരിക്കാം. പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മൈക്കിൽ പകുതിയോളം ശബ്ദം കാണിക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ആദ്യമായിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആസ്മ എന്ന് പറഞ്ഞാൽ. ആസ്മ എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി, അതായത് നമ്മുടെ ആസ്മ എല്ലാവർക്കും അറിയാലോ, ശ്വാസകോശത്തിന് വരുന്ന അസുഖമാണത്. ശ്വാസകോശത്തിന് ഉള്ള രോഗപ്രതിരോധ ശേഷി ചില അലർജി ശക്തികളോട്, അലർജി ഉണ്ടാക്കുന്ന സംഭവങ്ങളോട് കൂടുതലായി പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ് ആസ്മ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശ്വാസകോശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ശ്വാസകോശം മാത്രമല്ല, മൂക്ക് മുതൽ നമ്മുടെ മൂക്കിന്റെ ഉൾഭാഗത്തിലൂടെ കടന്ന് വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാരിങ്സ് എന്ന് പറയുന്ന സൗണ്ട് ബോക്സ് അടക്കത്തിലൂടെ കടന്ന് ട്രക്കിയയിലൂടെയും, ട്രക്കിയ രണ്ടെണ്ണമായിട്ട് ബ്രോങ്കസ്, മെയിൻ ബ്രോങ്കസും അത് ബ്രോങ്കിയോളും, പിന്നീട് അത് ശ്വാസകോശത്തിലേക്കും എത്തുന്ന മുഴുവൻ ഈ വ്യൂഹത്തെയാണ് ശ്വാസകോശ വ്യൂഹം, അല്ലെങ്കിൽ നമ്മുടെ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന മുഴുവൻ എല്ലാ ഉപകരണങ്ങളും കൂടെ ഉൾപ്പെടുന്നത് ഈ പറയപ്പെട്ട എല്ലാത്തിലും കൂടെയാണ്. എന്താണെങ്കിലും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ശ്വാസനാളത്തിലേക്ക് മൂക്കിൽ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ഭാഗത്തിലും ശ്വാസകോശത്തിൽ എത്തുന്നത് വരെ അതിന് വേണ്ടാത്ത എന്ത് ഫോറിൻ ബോഡീസ് എന്ന് പറയാം, അതായത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കടക്കാൻ അനുവദിച്ചിട്ടുള്ളതല്ലാത്ത എന്ത് തന്നെ വന്നാലും അതിനെ പുറത്തോട്ട് തള്ളാനുള്ള ഒരു കഴിവ്, പ്രത്യേക കഴിവ് ശ്വാസകോശത്തിനുണ്ട്. ആ കഴിവിൽപ്പെട്ടതാണ് നമുക്കുള്ള ചുമ, മൂക്കിന്റെ ദൂരത്തിലുള്ള രോമം മുതൽ തുമ്മാനുള്ള കഴിവ്, മൂക്കിൽ നിന്ന് വരുന്ന ചില ദ്രവങ്ങൾ. ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഭാഗത്തിലേക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആദ്യം മൂക്കിന്റെ രോമം തടഞ്ഞു നിർത്താൻ നോക്കും. മൂക്കിന്റെ രോമത്തിനെ തടഞ്ഞു നിർത്താൻ കഴിയാതെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ചില ദ്രവങ്ങൾ ആദ്യമായിട്ട് മൂക്ക് ഒലിക്കാൻ തുടങ്ങും. അതിലൂടെയും കഴിഞ്ഞില്ലേ ബ്രോങ്കസിലേക്കോ അതിന്റെ താഴേക്കോ പോയിട്ടുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ചുമച്ചുകൊണ്ട് അല്ലെങ്കിൽ കഫം പുറപ്പെടുവിച്ചുകൊണ്ട് ആ കഫത്തിലൂടെ ചുമച്ച് പുറത്തേക്ക് തള്ളാനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ള, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളെ മാത്രമേ എന്താക്കുള്ളൂ, ശ്വാസകോശത്തിലേക്ക് അങ്ങോട്ട് എടുക്കുകയുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസ്മ എന്ന് പറയുന്നത് ഈ ഉള്ള കഴിവുകൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് തള്ളാനുള്ള കഴിവുകൾ ശ്വാസകോശം ചില സമയത്ത് ചില അലർജി സാധനങ്ങളോട് കൂടുതലായിട്ട് പ്രതികരിക്കും. അതായത് ഈ നമ്മൾ പറഞ്ഞ ഈ കഴിവുകളിൽ പെട്ട ഒന്നാണ് നമ്മുടെ ശ്വാസകോശത്തിന് കഫം പുറപ്പെടുവിച്ചുകൊണ്ട് പുറത്തേക്ക് തള്ളുക എന്നുള്ളത് പോലെ തന്നെ ശ്വാസനാളത്തിനൊന്ന് ചുരുങ്ങാനുള്ള കഴിവുണ്ട്. ചില സാധനങ്ങൾ എത്തുമ്പോൾ ശ്വാസനാളം ഒന്ന് ചുരുങ്ങും. അതും ഈ പറഞ്ഞ പോലെ ചില സാധനങ്ങൾ അങ്ങോട്ട് കടത്തി വിടാതിരിക്കാനുള്ള ഒന്നാണ്. ഈ ശ്വാസനാളം ചുരുങ്ങുന്ന, അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചില ദ്രവങ്ങൾ ശ്വാസനാളത്തിൽ നിന്നും അതേപോലെ നമ്മുടെ ശ്വാസകോശത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ദ്രവങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ട് പുറപ്പെടുവിക്കാം. ഈ പറഞ്ഞ നമ്മുടെ രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇതിനെ പ്രതികരിക്കാനുള്ള ശക്തി ചില സമയത്ത് കൂടുതലായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് എന്ത്, ആസ്മ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് വലിവും ശ്വാസമുട്ടും ഒക്കെ വരുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം? കാര്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം അലർജി. ഈ അലർജി എന്ന് പറയുന്നത്, നമ്മൾ അലർജി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, അലർജി എന്ന് പറയുന്നത് ഒരു സാധനത്തിനോട്, ഇപ്പോൾ ഒരു പൊടിയോട് അല്ലെങ്കിൽ ഒരു
തണുപ്പിനോട്, അത് ലോകത്തുള്ള എന്ത് സാധനത്തിനോടും ഏതൊരാൾക്കും അലർജി ഉണ്ടാകാം. അത് ചിലർക്ക് ചിലതിനോടായിരിക്കാം, മറ്റു ചിലർക്ക് മറ്റു ചില സാധനങ്ങളോടായിരിക്കാം. അത് എനിക്കിപ്പോൾ പൊടിയോട് അലർജി ഉണ്ടെന്ന് കരുതി എല്ലാവർക്കും പൊടിയോട് അലർജി ഉണ്ടായിരിക്കണമെന്നില്ല. മറ്റൊരാൾക്ക് വേറെ എന്തെങ്കിലും സാധനത്തിനോട് അലർജി ഉണ്ടെന്ന് കരുതി എല്ലാവർക്കും അതിനോട് അലർജി ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ അലർജി ഉള്ളത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ സാധനത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എന്തിനോടും അലർജി ഉണ്ടാകാം, അത് ഇന്ന സാധനം എന്നില്ല. നമുക്കാർക്കും നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ചിലർക്ക് എന്തോ അത് കാണുമ്പോഴേക്ക് തുമ്മാൻ തുടങ്ങും. ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള കാരണം അലർജിയാണ്. എന്ത് സാധനത്തിനും ചിലർക്ക് ഈ പറഞ്ഞ പോലെ പൊടിയടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തുമ്മലും ഈ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ വരും. ചിലർക്ക് ഈ പറഞ്ഞ സാധനത്തിനോട് ഒന്നിനോടും ഉണ്ടാവില്ല. സ്ഥിരമായിട്ട് പൊടി പണിയെടുക്കുന്ന ആളുകൾക്ക്, അവർക്ക് പൊടിയിലും ജോലി എടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് അലർജി ഉണ്ടാകാതിരിക്കാം. അപ്പം അത് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. എന്താണെങ്കിലും ഈ ശ്വാസകോശത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെ നിർമ്മിച്ചിട്ടുള്ളത് സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയപ്പെടുന്ന നമ്മുടെ ട്രക്കിയെയും മറ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നമ്മുടെ വരുന്ന ദ്രവങ്ങളെയും ശ്വാസകോശവും അതിന്റെ ശ്വാസനാളവും പുറപ്പെടുവിക്കുന്ന ദ്രവങ്ങളെയും, അല്ലെങ്കിൽ ആ ദ്രവത്തിനോട് കൂടെ മറ്റെന്തെങ്കിലും നമ്മുടെ പുറത്തുനിന്ന് കയറിയ വസ്തുക്കളുടെ അതിനെയും തുടർച്ചയായിട്ട് പുറത്തേക്ക് തള്ളി നീക്കാൻ വേണ്ടിയിട്ട് ഈ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയപ്പെടുന്ന ഈ എപ്പിത്തീലിയം, ഈ സെല്ലുകൾ തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സെല്ലിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ നാരുകൾ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും, അത് മൈക്രോസ്കോപ്പിക് രീതിയാണ്, മൈക്രോസ്കോപ്പിലൂടെ നോക്കിയായിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ആ സാധനം സ്ഥിരമായിട്ട് നമ്മുടെ ശ്വാസനാളത്തിൽ മുകളിലോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് തന്നെ വന്നാലും ആവശ്യമില്ലാത്ത ദ്രവത്തെ പിടിച്ചു വെച്ചിട്ട് ദ്രവത്തിനെ മുഴുവനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുക. ആവശ്യമുള്ള ശ്വാസം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വേറെ എന്തെങ്കിലും മരുന്നുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്താക്കുള്ളൂ, ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ. അതാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബ്രീത്തിങ്. മൂന്നാമത്തത് ഓക്സിജനേഷൻ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള വരുന്ന ഓക്സിജൻ ബ്ലഡിൽ കലർത്തിയിട്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ ശ്വാസകോശത്തിന്റെ പണിയാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിന്റെ വലത് ഭാഗത്ത് നിന്ന് ഉള്ള ചീത്ത രക്തം, അതായത് ഇതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും മറ്റുമൊക്കെ ലയിച്ചിട്ടുള്ള രക്തം ശ്വാസകോശത്തിലേക്ക് തള്ളിവിട്ട് ആ ശ്വാസകോശത്തിൽ നിന്നാണ് എന്താവുന്നത്, ഈ ഓക്സിജൻ അതിലേക്ക് കലർത്തിയിട്ട് പിന്നെ ഹാർട്ടിന്റെ ഇടതുഭാഗത്തേക്ക് പറഞ്ഞയച്ച് ആ ഹാർട്ടിന്റെ ഇടതുഭാഗത്ത് നിന്നാണ് എന്താവുന്നത്, നല്ല രക്തം ശരീരത്തിന്റെ മറ്റെല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ചീത്ത കാർബൺ ഡൈ ഓക്സൈഡ് കലർന്നിട്ടുള്ള ശ്വാസകോശത്തിൽ എത്തുന്ന രക്തത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റി അതിലേക്ക് ഓക്സിജനെ കയറ്റി വിടുന്ന പണി ശ്വാസകോശത്തിന്റെ പണിയാണ്. അതേപോലെ വേറൊരു പണിയാണ് ശ്വാസകോശത്തിന്റെ എക്സ്ക്രീഷൻ, അതായത് ചില നമുക്ക് ശരീരത്തിന് വേണ്ടാത്ത വസ്തുക്കളെ മൂത്രത്തിലൂടെയോ അല്ലെങ്കിൽ കഷത്തിലൂടെയോ പുറത്തേക്ക് വിടുന്ന പോലെ തന്നെ ശ്വാസകോശത്തിലൂടെ വേണ്ടാത്ത ചില സാധനങ്ങളെ പുറത്തേക്ക് വിടാറുണ്ട്, നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ചില സാധനങ്ങൾ. ഉദാഹരണത്തിന് ആൽക്കഹോള് നമ്മുടെ ശരീരത്തിന് ശരീരത്തിന് വേണ്ട സാധനമായിട്ടല്ല ആൽക്കഹോൾ പറയുന്നത്, പക്ഷെ ശരീരത്തിന് താങ്ങാവുന്നതിലും കൂടുതലുള്ള ചില അളവുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വിടുന്നതിനുള്ള ഒരു ഉപാധിയാണ് ശ്വാസത്തിലൂടെ പുറത്തുവിടുന്നത്. ഈ പരിപാടിയാണ് നമ്മൾ എന്താക്കുന്നത്, ബ്രീത്ത് അനലൈസറിലൂടെ ഉപയോഗിക്കുന്നത്. ശ്വാസകോശത്തിലൂടെ ആൽക്കഹോൾ പുറത്തു വിടുന്നത് കൊണ്ടാണ്, ശ്വാസത്തിലൂടെ ആൽക്കഹോളിന്റെ ഏറിയ കണ്ടന്റിനെ പുറത്തേക്ക് തള്ളിവിടുന്നത് കൊണ്ടാണ് ആ സാധനത്തെയാണ്, ആ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്താക്കുന്നത്, ബ്രീത്ത് അനലൈസർ, അതായത് കള്ളുടിച്ചിട്ടുണ്ടോ നമ്മൾ ഊതി നോക്കാൻ പറയില്ലേ, അപ്പോൾ ആ സാധനത്തിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണെങ്കിലും ഇത്രയൊക്കെ പരിപാടിയാണ് ശ്വാസകോശം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആസ്മയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ എന്താണ് ശ്വാസകോശം എന്നും എവിടെ മുതൽ എവിടം വരെ ഉണ്ട് എന്നുള്ളതും ശ്വാസകോശത്തിന്റെ എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളൊക്കെ ഐഡിയ നിങ്ങൾക്ക് കിട്ടി. എന്താണ് ആസ്മ എന്നും പിടുത്തം കിട്ടി. അപ്പൊ ഇനി എങ്ങനെയാണ് ഒരു ആസ്മ, എല്ലാ ചുമയും എല്ലാ ചെറിയ ശ്വാസം മുട്ടലുകളും ആസ്മയാണോ, അല്ലെങ്കിൽ ആസ്മ എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കേസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. എല്ലാ ശ്വാസം മുട്ടും ചെറുതായിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പൊടി അടിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വരുന്ന ശ്വാസം മുട്ടലുകൾ എല്ലാം ആസ്മയല്ല. ആസ്മ എന്ന് പറയുന്നതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ അതിനെ ആസ്മ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഇതിന്റെ ലക്ഷണങ്ങൾ ചുമ, വീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിവ് എന്ന് പറയുന്ന സൗണ്ട് ഇല്ലേ, കൊണ്ട് വലിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, അപ്പൊ ആ വീസിങ് എന്ന സൗണ്ട് വരുമ്പോൾ, ശ്വാസം മുട്ട് വരുമ്പോൾ, അതേപോലെ കഫം, ഇതൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ. പിന്നെ ഈ ആസ്മയുടെ ചില പ്രത്യേക ലക്ഷണങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ,
ഇത് ഈ പറഞ്ഞ പോലെ ഒരു ട്രിഗർ ഉണ്ടായിരിക്കും. അതായത് ഇത് ഉണ്ടാകാൻ എപ്പോഴും എല്ലാ കാലത്തും ആൾക്ക് വലിവുണ്ടാവില്ല. എല്ലാ കാലത്തും ആൾക്ക് വലിവുണ്ടാകുന്നതിന് പകരം വല്ല അലർജി പൊടി അടിക്കുന്ന സമയത്ത്, തണുപ്പടിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഇതൊരു ട്രിഗർ, ഇതൊരു കാരണം മാത്രമായിരിക്കും. ഇപ്പൊ എപ്പോഴും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഈ ആസ്മയുള്ള ആളുകൾക്ക് എപ്പോഴും പൊടിയടിച്ചാൽ മാത്രമേ ഉണ്ടാവൂ എന്നല്ല പറയുന്നത്. ഇതൊരു കാരണമായിട്ട് അവർക്ക് തുടക്കം, പിന്നെ അതെന്താവില്ല, പൊടി നിന്നാൽ പിന്നെ അത് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് നിൽക്കുകയുള്ളൂ. ഇങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞ രണ്ട് തരത്തിലുള്ള ആസ്മയാണുള്ളത്. ഒന്ന് പെരിണിയൽ ആസ്മ എന്ന് പറയുന്നത് നമ്മൾ കലാകാലം അവർക്ക് തണുപ്പെന്നുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് നിന്നുള്ളതോ പൊടിയടിക്കണം എന്നുള്ളതോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നേരെ മറിച്ച് അവർക്ക് ആസ്മ അവരുടെ ശരീരത്തിൽ ആ അസുഖം ഉള്ളത് കൊണ്ട് തന്നെ എന്താകും, ഈ പറഞ്ഞ പോലെ ചില സമയത്ത് വലിവ് അങ്ങോട്ട് തുടങ്ങും, അത് എല്ലാ കാലത്തും ഉണ്ടാവും. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പാണ് ഇനി പറഞ്ഞ പോലെ അലർജി. ഈ പെരിണിയൽ ആസ്മയ്ക്കും എല്ലാ കാലത്തുള്ള ആസ്മയ്ക്കും പക്ഷേ ട്രിഗർ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരിക്കാം. ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, തുടങ്ങാനുള്ള ഒരു കാരണം, എന്തെങ്കിലും കാരണങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് എന്നും ഉണ്ടാവും. നേരെ മറിച്ച് അലർജിക്ക് രണ്ടാമത്തെ ഗ്രൂപ്പായ അലർജിക് ആസ്മ എന്ന് പറയുന്നവർക്ക്, അലർജിക് ആസ്മ അല്ലെങ്കിൽ അലർജി കൊണ്ടുണ്ടാവുന്ന ആസ്മ എന്ന് പറയുന്ന ആസ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ പൊടിയടിച്ചാൽ മാത്രമേ ഇവർക്ക് വലിയ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാത്ത കാലത്ത് ഇല്ലാത്തടത്തോളം കാലം അവർക്ക് ഒരു കുഴപ്പമില്ല. മറ്റാൾക്കാർക്ക് എല്ലാ കാലത്തും ഉണ്ടാകാം. അവർക്ക് ട്രിഗർ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് പൊടിയടിക്കാത്ത കാലത്ത് ഈ അലർജിക് ആസ്മ ഉള്ളവർക്ക് അത് ഉണ്ടാവണമെന്ന് ഇല്ല. അപ്പോൾ ഈ അലർജിക് ആസ്മയുടെ ട്രീറ്റ്മെന്റും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി കാണണം. അലർജിക് ആസ്മയ്ക്ക് നമ്മളെ പൊടിയെയും മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള കാരണം, അതിനുള്ള ട്രീറ്റ്മെന്റ്. പെരിണിയൽ ആസ്മക്ക് ഇത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇതില്ല. ഈ പെരിണിയൽ ആസ്മ രണ്ടെണ്ണത്തിന് വ്യത്യാസം എന്ന് പറയുന്നത്, പെരിണിയൽ ആസ്മ അതായത് എല്ലാ കാലത്തും ഉണ്ടാകുന്ന ആസ്മയ്ക്ക് ഇതില്ലാത്ത കാലത്തും ഇത് വരപ്പോൾ ഒരു തണുപ്പ് കാലം വരികയാണെങ്കിൽ അവർക്ക് ആദ്യമേ എന്താ വേണ്ടി വരും, നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേകളോ ഇൻഹേലറുകളോ മറ്റൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അലർജി ഉള്ള ആളുകൾക്ക് എന്ത് വേണ്ട, അലർജിയെ തടഞ്ഞു നിർത്തിയാൽ മാത്രം മതി. അവർക്ക് ആദ്യമേ പ്രിക്കോഷൻ ആയിട്ട് ഈ മെഡിസിൻ ഒന്നും എടുക്കേണ്ട കാര്യം വരില്ല എന്നുള്ളതാണ് രണ്ടിന്റെയും വ്യത്യാസം. ഇനി സാധാരണഗതിയിൽ ആസ്മയ്ക്ക് ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ആസ്മ എന്ന് പറയാൻ വിളിക്കൂ. എല്ലാ ശ്വാസം മുട്ടയും നമുക്ക് ആസ്മ എന്ന് വിളിക്കേണ്ടതും അതിൻ്റെതായിട്ടുള്ള വലിയ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതും കാര്യമില്ല. ആസ്മയോട് കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ മെയിൻ കാരണം അലർജി ആയതുകൊണ്ട് തന്നെ അതിനോട് കൂടെ ചില കണ്ടീഷനുകൾ പലപ്പോഴും കണ്ടുവരാറുണ്ട്. പറഞ്ഞ പോലെ അലർജി കൊണ്ടുള്ള നമ്മൾ മൂക്കൊലിപ്പും കാര്യങ്ങളും, ചിലർക്ക് പൊടിയടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആകെ മൂക്കൊലിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ല. അത് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ്, ചിലർക്ക് എന്തെങ്കിലും പൊടിയടിച്ചു കഴിഞ്ഞാൽ ദേഹത്താകെ ചൊറിച്ചിലും അത് വലിയ ചൊറികളായിട്ടും വരുന്നത്. പിന്നെ എക്സിമ, പറഞ്ഞ പോലെ തന്നെ തൊലി പൊളിച്ച്, എക്സിമ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും, തൊലി പൊളിഞ്ഞിട്ടുണ്ടാവുന്ന ശരീരത്തിന്റെ ഒരു സ്കിന്നിന്റെ ഒരു കണ്ടീഷനാണ് എക്സിമ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്നിച്ച് ചില സമയത്ത് ചില ആളുകൾ ആസ്മയോട് കൂടെ കണ്ടുവരാറുണ്ട്. അതിന്റെ അർത്ഥം ഇത് ആസ്മയാണ്. ഈ പറഞ്ഞ ആളുകൾക്ക് പൊടിയോടും അലർജി മറ്റുള്ള സംഭവങ്ങളോടും കാരണങ്ങൾ അലർജന്റിനോട് എന്തിനോടാണെങ്കിലും ഇദ്ദേഹത്തിന് അലർജിയുടെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പിന്നെ ഈ ആസ്മയോട് കൂടെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എക്സാസർബേഷൻ ഓഫ് ആസ്മ. അപ്പൊ എക്സാസർബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്മ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആസ്മ ഉണ്ട്. സ്റ്റേബിൾ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ്മ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ രീതിയിൽ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ, മരുന്ന് സ്ഥിരമായിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പെരിണിയൽ ആസ്മയുടെ കാര്യമാണ് പറഞ്ഞത്, അലർജിക് ആസ്മയുടെ കാര്യമല്ല. പെരിണിയൽ ആസ്മ അതായത് എല്ലാ കാലത്തുമുള്ള ആസ്മയ്ക്ക് സാധാരണ ചെറിയ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ പോകും. അവർക്ക് എന്തുണ്ടാവും, ചെറിയ ശ്വാസമുട്ടും കാര്യങ്ങളും അവർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ വലിയൊരു പ്രശ്നം ഉണ്ടാവാതെ, അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ, പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ വരാതെ അവർക്ക് അങ്ങനെ കൊണ്ടുപോകാം. അത് ചിലർക്ക് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ ചിലർക്ക് മരുന്ന് ഇല്ലാതെ തന്നെ അവർക്ക് അതങ്ങനെ കൊണ്ടുപോകാവുന്ന അവസ്ഥ. അതാണ് സ്റ്റേബിൾ ആസ്മ എന്ന് പറയുന്നത്. ഇതല്ലാതെ എക്സാസർബേഷൻ എന്ന് പറയുന്നത് ഈ ട്രിഗർ ഫാക്ടർ നമ്മൾ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും ഇതും വന്നിട്ട്, ശ്വാസം മുട്ടും മറ്റ് സിംറ്റംസും ലക്ഷണങ്ങളും വന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മറ്റ് നെബുലൈസേഷൻ പോലെയുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രം ഇതാകാവുന്ന അതാണ് എക്സസർബേഷൻ. എക്സസർബേഷന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ ആസ്മ ഉള്ള ആളുകൾക്ക് വെറും ട്രിഗർ ഫാക്ടർ മാത്രം വന്നതുകൊണ്ടാവും, അലർജിയോ മറ്റു കാര്യങ്ങളോ വന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കൂടിയതാകാം. പറഞ്ഞ പോലെ ഇത് വരുമ്പോൾ ശ്വാസനാളം എന്ത് ചെയ്യും, കൂടുതലായി ഇതിനോട് പ്രതിരോധ ശക്തി അതിനോട് പുറത്തെടുക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് പെട്ടെന്ന് കൂടിയതാകാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട്, അതായത് ശ്വാസകോശത്തിൽ നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് എന്തെങ്കിലും ഒരു അണുബാധ വരുന്ന സമയത്ത് അതും ഇതും കൂടെ കൂടിയിട്ട് കൂടിയതാകാം. അപ്പൊ എന്താണെങ്കിലും ഈ ട്രിഗർ ഫാക്ടർ ഉള്ള സമയത്ത് അതിനെ ട്രീറ്റ് ചെയ്യുക. അലർജി ആണെങ്കിലും മറ്റു കാര്യങ്ങൾ അതിനെ ഒഴിവാക്കി നിർത്താനും അതിനോട് കൂടെ അക്യൂട്ട് പെട്ടെന്നുള്ള കുറക്കാനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. പിന്നെ ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം,
ഈ പറഞ്ഞ പോലെ ആന്റിബയോട്ടിക്കോ മറ്റും ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി എല്ലാവരും ഈ ആസ്മ ഉള്ള ആളുകൾക്ക് അറിയാവുന്ന ഒന്നാണ് സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ്. സ്പൈറോമെട്രി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റിയും ശ്വാസത്തിന്റെ അളവിനെയും ഒക്കെ അളക്കുന്ന ഒരു മെഷീനാണ് സ്പൈറോമീറ്റർ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് FEV1 എന്ന് പറയുന്ന ഒരു സംഭവം ശ്വാസകോശത്തിന്റെ അളവിനെ അളക്കുന്നത് നമ്മൾ മരുന്ന് കൊടുത്ത് നമ്മൾ ആദ്യം അളക്കും, മരുന്ന് കൊടുത്തിട്ട് അളക്കും. അപ്പോൾ 12% കൂടുതൽ മെഡിക്കേഷനുമായിട്ട് നമ്മൾ മരുന്ന് കൊടുത്തതിന് ശേഷം FEV1 സപ്പോസ് ഇപ്പം ആദ്യത്തെ FEV1 ഒരു സപ്പോസ് X ആണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് പറയാം 40 ആണെന്നുണ്ടെങ്കിൽ അത് 52% വരെ ആവുന്നുണ്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആസ്മ കൊണ്ടാണ്, അതായത് ആസ്മയുടെ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു വാക്കിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്റേ എടുക്കുകയോ മറ്റു കാര്യങ്ങളോ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഈ എല്ലാ കേസും എല്ലാ ആസ്മയ്ക്കും എക്സ്റേ എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ടെസ്റ്റ് എക്സ്റേയിൽ ഒന്നും കാണണമെന്നില്ല. നേരെ മറിച്ച് ഈ പറഞ്ഞ എക്സസർബേഷനോ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ മാത്രമേ പലപ്പോഴും എക്സ്റേയിൽ നമുക്ക് ആസ്മയുടെ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയുള്ളൂ. അതല്ലാണ്ട് സാധാരണ ഒരു ആസ്മയുള്ള ആൾക്ക് എപ്പോഴും എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ എക്സ്റേ കൊണ്ട് മാത്രം നമുക്ക് ആസ്മയെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രിവെന്റീവ് മെഷേഴ്സ്, ഇനി പറഞ്ഞ പോലെ എന്തുകൊണ്ട് ആസ്മ വന്നു എന്നുള്ളതിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ വരാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം വരുന്നതിന്റെ മുമ്പ് തന്നെ അതിനെ തടയുക എന്നുള്ളതാണ് ആസ്മക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അലർജി, എന്തിനാണോ അലർജി അത് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇന്നതിന് അലർജി ഉണ്ടെന്ന് ഡോക്ടർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അത് രോഗിക്കും രോഗിയുടെ കൂടെയുള്ളവർക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയാം. ഇദ്ദേഹത്തിന് എന്തിനോടാണോ അലർജി, അതൊരു പൊടിയാകണമെന്നില്ല, ഒരു ഭക്ഷണമാകണമെന്നില്ല, ഒരു ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്ന എന്ത് സാധനം വന്നു കഴിഞ്ഞാലും. ഇപ്പൊ ചിലർക്ക് ചില ഭക്ഷണം കഴിച്ചാൽ ആസ്മ വരും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തിലേക്ക് കടന്നതുകൊണ്ടല്ല, ഈ ഭക്ഷണത്തിനോട് അലർജി ഉള്ളത് കൊണ്ട് ശരീരത്തിലെ മൊത്തം രോഗപ്രതിരോധ ശേഷിയും ഇതാകും പ്രവർത്തനം തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശ്വാസകോശത്തിലെയും രോഗപ്രതിരോധ ശേഷി തുടങ്ങും, അത് ആസ്മയായിട്ട് മാറും. അത് ശ്വാസകോശത്തിലേക്ക് തന്നെ അലർജി കടക്കണമെന്ന് ഇതിന് നിർബന്ധമൊന്നുമില്ല. അലർജി ഉണ്ടാക്കുന്ന എന്ത് സാധനവും ഉണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുക. പിന്നെ പുകവലി ആസ്മയുടെ മെയിനായിട്ടുള്ളൊരു കാരണമാണ്. അതായത് ഈ ആസ്മ ഉള്ള ആളെന്നെ വലിക്കണം എന്നില്ല, പാസീവ് സ്മോക്കിംഗ്. അതല്ലെങ്കിൽ കുട്ടി ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത്, ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ വലിക്കുന്ന കാലം, അപ്പം സ്ത്രീകൾ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്തൊക്കെ പുകവലിക്കുന്ന സ്ത്രീകളിലുള്ള കുട്ടികൾക്ക് ആസ്മ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. കുട്ടികളുള്ള സ്ഥലത്ത്, ഇപ്പോൾ കുട്ടികളുടെ വീടുകളിൽ ഇങ്ങനെ പുകവലിക്കുന്ന സ്വഭാവമുള്ള വീടുകളിലെ കുട്ടികൾക്ക് ആസ്മ കൂടുതലായി കണ്ടുവരാറുണ്ട്. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഇപ്പോൾ പൂച്ച, ചില വീട്ടിൽ ഇപ്പം നമ്മൾ ഇനി നായ വളർത്താൻ ഫത്ത് കൊടുക്കുമെന്ന് പറയണ്ട, പക്ഷെ വളർത്തുന്ന ഞാനൊരു മെഡിക്കൽ ക്ലാസ് ആയതുകൊണ്ട് അതും കൂടി കോമൺ ക്ലാസ് ആയതുകൊണ്ട് പറയുന്നതാണ്. നായ വളർത്തുന്ന വീടുകളുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ പെറ്റ്സ്, ഇപ്പൊ മൊയില് കാര്യങ്ങൾ അങ്ങനെ എന്താണെങ്കിലും, അങ്ങനെ ഈ വളർത്തു ജീവികളെ വളർത്തുന്ന വീടുകളിൽ ചില കുട്ടികൾക്കൊക്കെ അത് അലർജി ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതൊന്നും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് കുട്ടിക്ക് വരുന്നത് എന്നുള്ളത് പലരും ശ്രദ്ധിക്കൂല. അപ്പൊ ഇങ്ങനെ ഉള്ള വീടുകളിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് കാരണങ്ങളാണ്. മറ്റ് അലർജിയുള്ള എന്ത് കാര്യങ്ങളും, ഇപ്പോൾ പൂക്കൾ ഒരുപാടുള്ള വീടുകളിൽ, പൂന്തോട്ടം ഒരുപാടുള്ള വീടുകളിൽ പൂക്കളുടെ പരാഗരേണുക്കൾ, ഈ നമ്മൾ മുതലുണ്ടാകുന്ന പൊടിയുണ്ടല്ലോ, അത് ഭയങ്കര അലർജന്റ് ആണ്. അത് അലർജന്റ് എന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാക്കുന്ന സാധനം എന്ന അർത്ഥം കേട്ടോ. അപ്പം ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മുടെ വീടുകളിൽ അലർജിയുള്ള എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് മനസ്സിലാക്കി നമ്മളത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രിവെൻഷൻ രീതിയിൽ ചെയ്യാനുള്ളത്. പിന്നെ ഇനി വന്നു കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്താൽ മാത്രം പോരല്ലോ, ഇപ്പൊ ചില കുട്ടികൾക്ക് ഇതുണ്ടാവും. ഇനി കുട്ടികളുടെയും വലിയവരിലെയും ആസ്മയെ കുറിച്ചൊന്ന് പറയാം. സാധാരണഗതിയിൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ആസ്മ എപ്പോഴും എന്താവണമെന്നില്ല, വലിയ ഇതാകുന്നത് വരെ നിലനിൽക്കണമെന്നില്ല. ചിലരിൽ നിലനിൽക്കാറുണ്ട്. ഈ കുട്ടികൾക്ക് വരുന്ന ആസ്മ ചെറുപ്പകാലത്തിൽ വന്നു, വലിവും ഇതൊക്കെ വന്നു, നമ്മൾ ആവി പിടിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, വീട്ടിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നെബുലൈസർ മെഷീൻ നെബുലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. പക്ഷെ 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സാകുമ്പോൾ അവനത് നിന്നു, അങ്ങനത്തതും കാണാറുണ്ട്. അതല്ല, ചെറുപ്പകാലത്തിലുള്ള കുട്ടികൾക്ക് തുടർച്ചയായി വലിയവരാകുന്നത് വരെ തുടർച്ചയായിട്ട് അത് തുടർന്ന് കൊണ്ടുപോകുന്ന അവസ്ഥയും കണ്ടുവരാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 6ാമത്തെ 7ാമത്തെ വയസ്സ് വരെ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുട്ടിയുടെ പ്രതിരോധ ശേഷി അതിനോട് യോജിച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇതങ്ങ് നിൽക്കുകയാണ്. നമ്മുടെ ശരീരം ഈ ചേഞ്ചസിനോട് അഡാപ്റ്റ് ചെയ്ത് വരുമ്പോൾ അതങ്ങ് നിന്നു പോകുന്ന കുട്ടികളിൽ കാണാറുണ്ട് പലപ്പോഴും. അപ്പം അങ്ങനത്തെവർക്ക് എന്ത് ചെയ്യും, ഈ ചെറിയ 6-7 വയസ്സാകുമ്പോൾ ആസ്മ അങ്ങ് മാറിപ്പോകും.
അല്ലാത്ത കുട്ടികൾ ഇത് നേരെ എന്ത് ചെയ്യും, അഡൽട്ടിലേക്ക് ഇതേപോലെ തന്നെ വലുതാവുമ്പോഴും ആസ്മ ഉണ്ടാകും. അവർക്ക് ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ട്രീറ്റ്മെന്റ് വരികയും ചെയ്യുകയും വേണ്ടി വരും. പിന്നെ എല്ലാ ആസ്മയും 100% ട്രീറ്റ് ചെയ്ത്, അപ്പോൾ ഇന്ന് എൻ്റെ ആസ്മ മാറി എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരാൾക്കും ആസ്മയെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധാരണഗതിയിൽ കഴിയില്ല. പലപ്പോഴും ഈ പറഞ്ഞ പോലെ അലർജി ഉണ്ടാക്കുന്ന നമ്മൾ ഈ രോഗപ്രതിരോധ ശേഷിയെ നമ്മൾ വേണ്ട സമയത്ത് ഇപ്പോൾ നമ്മൾ ചില പൊടി പോയി തണുപ്പടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഓവർ റിയാക്ടിങ് ആണ്. നമ്മളെ രോഗപ്രതിരോധ ശേഷി സിസ്റ്റം പ്രക്രിയയും മറ്റുമൊക്കെ ഓവർ റിയാക്ട് ചെയ്യാണ്. അപ്പോൾ ഓവർ റിയാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ആസ്മയിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ എല്ലാവർക്കും ഈ ആസ്മയുള്ള പല ആളുകൾക്കും ഈ മരുന്നിന്റെ പേരൊക്കെ പറഞ്ഞാൽ തന്നെ അറിയായിരിക്കും. സാൽബുട്ടമോൾ, ഇപ്രാട്രോപിയം ബ്രോമൈഡ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള നമ്മുടെ ശ്വാസനാളത്തിന്, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഈ ശ്വാസനാളത്തിൽ ഒരുപാട് ദ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കും ആ സമയത്ത്. അതേപോലെ ശ്വാസനാളം ഒന്ന് ചുരുങ്ങി കൊടുക്കും ഇതിനൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളാനെന്നുള്ള രീതിയിൽ. അപ്പൊ ഈ തണുപ്പിനെയും, ഈ തണുപ്പ് കൊണ്ട് എന്താ വരുന്നത് വെച്ചാൽ തണുപ്പിനെയും, ശ്വാസകോശത്തിനകത്ത് തണുപ്പാണ് അല്ലെങ്കിൽ വേറെ സാധനം, ശ്വാസകോശം ഈ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളെയും ഫോറിൻ ബോഡി ആയിട്ട് കണക്കാക്കുക. അപ്പൊ ഈ തണുപ്പൊക്കെ എന്തോ പ്രശ്നമുള്ള സംഭവം എന്ന് വെച്ചിട്ട് അതിനെ പ്രതിരോധിക്കാനാണ് ശ്വാസകോശം ഈ ദ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ഇത് ചുരുങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ സംഭവം നമുക്കപ്പം ആ സമയത്ത് ശരിക്കും ആവശ്യമില്ല. അപ്പം അതിനെ ഈ ചുരുങ്ങിയ ശ്വാസകോശത്തെ എന്താവണം, നമുക്ക് അതുകൊണ്ടാണ് ഈ നമുക്ക് ശ്വാസം മുട്ടും, അതേപോലെ ഈ ശബ്ദം, അപ്പോൾ ഒരു പൈപ്പിലൂടെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഊതി കഴിഞ്ഞ ഒരു ശബ്ദം വരില്ല, ആ ശബ്ദമാണ് നമുക്ക് ശരിക്കും വീസിങ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നത് ചുരുങ്ങുന്ന സമയത്തുള്ള. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ചുരുങ്ങുന്ന അവസ്ഥയെ തടയാനുള്ള ചില മരുന്നുകൾ, അതാണ് ഈ പറഞ്ഞ പോലെ സാൽബുട്ടമോൾ, ഇപ്രാട്രോപിയം എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് എപ്പിനെഫ്രിൻ ചില സമയത്ത് ചില എല്ലാം ഈ ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾ. എന്നാൽ ശ്വാസകോശം ചുരുങ്ങി പോകുന്ന അവസ്ഥയെ നമ്മളൊന്ന് തടഞ്ഞു നിർത്തുക. ശ്വാസനാളം കേട്ടോ, ശ്വാസകോശമല്ല, സോറി. പിന്നെ വേറെയുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീറോയിഡ് ഉപയോഗിക്കും നമ്മൾ. സ്റ്റീറോയിഡിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രോഗപ്രതിരോധ ശേഷി കുറച്ച് സമയത്തേക്കൊന്ന് നിർത്തുക. അതായത് ഇതാക്കിയിട്ട് നമ്മൾ ഈ ദ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തേക്കൊന്ന് തടഞ്ഞു നിർത്തുക. അതും എന്ത് ചെയ്യും, ഈ ആസ്മ എന്നുള്ളതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ മരുന്നുകൾ ആസ്മയ്ക്ക് നമ്മൾ സാധാരണ മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ചിലതാണ്, ഒന്ന് ശ്വാസകോശത്തിലേക്ക് ശ്വാസനാളത്തിലൂടെ ഡയറക്റ്റ് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നെബുലൈസർ, അതല്ലെങ്കിൽ നമുക്കറിയാം മാസ്ക് വെച്ചിട്ട് ഒരു മെഷീനിൽ ഒരു മരുന്ന് ഒഴിച്ചിട്ട് ഒരു പൈപ്പിലൂടെ വായുടെ മൂക്കിന്റെയും കൂടെ മുകളിൽ ഒരു മാസ്ക് വെച്ചിട്ട് ആ മരുന്ന് ഒരു കാറ്റായിട്ട്, ഒരു ആവിയായിട്ട് നമ്മുടെ ശ്വസിച്ച് ഉള്ളിലേക്ക് എടുക്കുന്ന രീതി, അതിനെയാണ് നെബുലൈസേഷൻ എന്ന് പറയുന്നത്. അതൊരു രീതിയാണ്. അതല്ലെങ്കിൽ മറ്റെല്ലാവർക്കും പലർക്കും അറിയാവുന്ന മീറ്റർ ഡോസ് ഇൻഹേലറുകൾ, സ്പ്രേ എന്ന് പറയില്ല, നമ്മളിങ്ങനെ ഞെക്കിയിട്ട് വായിനുള്ളിലേക്ക് ഒരു അറ്റം വെച്ചിട്ട് ഞെക്കിയിട്ട് എടുക്കുന്ന സാധനം. അപ്പൊ ഇതൊക്കെ ശ്വാസകോശത്തിലേക്ക് ശ്വാസനാളത്തിലൂടെ ഡയറക്റ്റ് മരുന്ന് എത്തിക്കാനുള്ള രൂപങ്ങളാണ്. അതിന്റെ പുറമെ വളരെ കൂടിയ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആസ്മയുള്ള ആളുകൾക്ക് ചില മരുന്നുകൾ ഗുളികയായിട്ടും അതേപോലെ ഇഞ്ചക്ഷനായിട്ടും, വളരെ കൂടിയ അവസ്ഥയിൽ ഇഞ്ചക്ഷൻ, നമ്മൾ മോണ്ടിലുക്കാസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പറയുന്ന സിംഗുലാസ്റ്റ് എന്ന് പറയുന്ന ഗുളിക, അത് ആസ്മയ്ക്കും അലർജിക്കും ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഗുളികയാണ്. സ്റ്റീറോയിഡ് ചിലർ കുറച്ച് കാലത്തേക്ക് സ്റ്റീറോയിഡ് കഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ശരിക്കും ഇപ്പോൾ എഫക്റ്റീവായിട്ട് ആസ്മയ്ക്കുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ആസ്മയെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താനേ നമുക്ക് സാധിക്കാറുള്ളൂ. പൂർണ്ണമായിട്ട് ആസ്മയെ മാറ്റുക എന്നുള്ളത് എന്തല്ല 100% പോസിബിൾ അല്ല. ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് ഈ ഞാൻ പറഞ്ഞ പോലെ ചില കുട്ടികൾക്ക് ആസ്മ മാറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ഒരു പ്രായം എത്തുമ്പോഴോ മറ്റോ മാറിപ്പോകുന്നതാണ്. അല്ലാതെ ട്രീറ്റ്മെന്റ് കൊണ്ട് മാറുന്നതല്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറ്. അല്ലാതെ മുഴുവനായി ആസ്മയെ ട്രീറ്റ് ചെയ്ത് ഞാൻ മാറ്റിത്തരാം എന്നുള്ളത് പലർക്കും എന്ത് ചെയ്യാറില്ല, അവകാശപ്പെടാൻ മാത്രമേ സാധിക്കാറുള്ളൂ. പിന്നെ ഈ ഇൻഹേലറുകളും മറ്റൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാം. അതാണ് ആസ്മയുടെ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ. പിന്നെ നമ്മൾ ഇൻഹേലറുകളെ കുറിച്ച് പറയുമ്പോൾ ഇൻഹേലറിന് ചില കളർ കോഡുകളുണ്ട്. ഇൻഹേലറിന്റെ ഓരോ ഇൻഹേലറിനും നമ്മളിപ്പോൾ അറിയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഡോക്ടറെ അടുത്ത്, ഇപ്പോൾ ആസ്മയുള്ളവർ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് ഇൻഹേലറാണ് ഇത്ര ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് കൊടുക്കണം. അപ്പോൾ അതിനിപ്പോൾ നിങ്ങൾക്ക് ഇൻഹേലർ അറിഞ്ഞില്ലെങ്കിലും ഇൻഹേലറിന്റെ മൂടിയുടെ അല്ലെങ്കിൽ അതിന്റെ ആ കുപ്പിന്റെ മേലുള്ള സാധനം, ഞങ്ങൾ ഞെക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന്റെ കളർ അനുസരിച്ച് ചില കളർ കോഡുകളുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കാനൊന്നുമല്ല, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നും, അപ്പോൾ ഡോക്ടർ ചോദിച്ച ഏകദേശം എന്നെ കളറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡോക്ടർക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളർ ഞാൻ ഈ പറഞ്ഞ പോലെ സാൽബുട്ടമോൾ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന
ഇൻഹേലറുകളുടെ കളറാണ്. ബ്രൗണ് സ്റ്റീറോയിഡ് ഇൻഹേലറുകൾക്കാണ്. പർപ്പിൾ അല്ലെങ്കിൽ പിങ്ക് ഈ മരുന്നിന്റെ കോമ്പിനേഷനുകൾക്കാണ്. ഇതൊരു 2-3 ഐറ്റമാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഹേലറുകൾ. ഇത് പല രാജ്യങ്ങളിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞ പർപ്പിൾ ഓർ പിങ്ക് എന്ന് പറയുന്നത് ചിലയിടത്തും പർപ്പിൾ യുകെയിലും പിങ്ക് ഓസ്ട്രേലിയ പോലെ ഇപ്പൊ ചില രാജ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡ് തന്നെയാണ് ഈ പറയുന്നത്. പറഞ്ഞ പോലെ ബീറ്റ-2 അഗോണിസ്റ്റ് വരുന്ന സാൽബുറ്റമോൾ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകളാണെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ. ബ്രൗൺ ആകുമ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റീറോയിഡ് ഇൻഹേലറുകളായിരിക്കാം. ഇതിന്റെ കോമ്പിനേഷൻ മരുന്നുകളാണ് എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മരുന്നുകൾ കൂട്ടിയുള്ള ഇൻഹേലറുകളാണെങ്കിൽ പറഞ്ഞ പോലെ പിങ്കോ പർപ്പിളോ കളറിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടെന്നും ഇനി ഡോക്ടർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഇൻഹേലർ ഉപയോഗിക്കുന്നവരാന്ന് പറയേണ്ട കാര്യമില്ല. അപ്പം അതിന് പകരം ഇന്ന കളറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതും കൂടെ മനസ്സിലാക്കാൻ ഞാൻ അത് പറഞ്ഞത്. എന്താണെങ്കിലും ഇത്രയാണ് ആസ്മയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ളത്. ആ 1 മണിക്കൂറല്ലേ ഉള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പം ഞാൻ മൈക്ക് വിടുന്നു. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ, ഇതിനോട് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഉത്തരം പറയാൻ ശ്രമിക്കാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഇവിടെ ഒരു ചോദ്യം വന്ന് ഡോക്ടറെ, കുട്ടികൾക്ക് പനിയും ജലദോഷവും ഉള്ളപ്പോൾ ജലദോഷ ചുമയും ഉള്ളപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയാൽ വീഷിങ് ശ്വാസം മുട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഒരു നിയോവെന്റിൽ എന്ന സിറപ്പ് സ്ഥിരം കൊടുക്കാറുണ്ട്. കുട്ടികളിൽ ആസ്മ വരുന്നുണ്ടോ എങ്ങനെ തിരിച്ചറിയും? ഈ സിറപ്പ് സ്ഥിരം കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ? ഇതാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഇത് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമേ നമ്മൾ ആസ്മയുടെ സിംറ്റംസ് പറഞ്ഞു, ചുമയും കഫക്കെട്ടും ഒക്കെ. അപ്പൊ ഞാൻ അതിനോട് കൂടെ തന്നെ ഞാൻ പറഞ്ഞു, എല്ലാ ചുമയും കഫക്കെട്ടും ഒന്നും എന്തല്ല, ആസ്മയല്ല. പക്ഷെ കുട്ടികളിൽ പലപ്പോഴും നമുക്ക് സ്പൈറോമെട്രി പോലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇത് ആസ്മയാണോ അല്ലേ എന്നുള്ള ഇത് കൺഫേം ചെയ്യാനുള്ള, ഉറപ്പിക്കാനുള്ളത് പലപ്പോഴും സാധിക്കാറില്ല വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ. പിന്നെ ഇനി നമ്മൾ പരിശോധിക്കുമ്പോൾ ഉള്ള മെയിനായിട്ടുള്ള ഒരു സൈനാണ് എന്ത്, ഈ പറയുന്ന വീസിങ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ ശ്വാസം വലിക്കുമ്പോഴുള്ള ശബ്ദം വരുമല്ലോ. ചില കുട്ടികൾക്ക് നമ്മൾ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ, എല്ലാ കുട്ടികൾക്കും അത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, കഫക്കെട്ട് വന്നത് കൊണ്ട് മാത്രം എന്താവില്ല, ഈ പറഞ്ഞ വീസിങ് വരില്ല. വീസിങ് വരുന്നതിന്റെ മെക്കാനിസമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആസ്മയുടെ പ്രശ്നമുള്ള കുട്ടികളിൽ എന്താണ്, ഈ ശ്വാസനാളം ചുരുങ്ങുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, കുറഞ്ഞ സമയത്തേക്ക് ശ്വാസനാളം ചുരുങ്ങുമ്പോൾ ആ ചുരുങ്ങുന്ന പൈപ്പിലൂടെ ശ്വാസം താഴോട്ട് പോകുമ്പോഴുള്ള ശബ്ദത്തെയാണ് നമ്മൾ വീസിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ കുട്ടികളുടെ ചെസ്റ്റിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ചെറിയ കുട്ടികളിൽ ഇങ്ങനെയുള്ള വീസിങ് സാധാരണഗതിയിൽ വെറും ഒരു ശ്വാസകോശത്തിലെ ഇൻഫെക്ഷൻ, അണുബാധ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഫക്കെട്ട് എന്ന് പറയുന്ന അസുഖം മാത്രമാണെങ്കിൽ, കഫം എന്ന് പറയുന്ന സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സാധനം കേട്ടോ, അതിൽ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന സാധനമാണ്, വേണ്ട സാധനമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷനോ മറ്റോ വന്ന് കൂടുതലാകുമ്പോഴാണ് നമ്മളത് ചുമച്ച് സ്ഥിരമായിട്ട് പുറത്തോട്ട് കൊണ്ടുവരികയും മറ്റൊക്കെ വരുന്നത്. സാധാരണഗതിയിൽ കഫം എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടിൽ, അതിനാവശ്യമായ എമൗണ്ടിൽ ഈ നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടാവേണ്ട സാധനമാണ് ഈ കഫം. അതിനാണ് ഈ കഫക്കെട്ട്, അല്ലെങ്കിൽ അവിടെ കെട്ടിക്കിടക്കുന്ന, അല്ലെങ്കിൽ വില കുറയുന്നത് കഫക്കെട്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വെറും ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ മാത്രമാണെങ്കിൽ വീസിങ് പലർക്കും എന്ത് ചെയ്യാറില്ല, വരാറില്ല. അപ്പൊ വീസിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആസ്മയുടെ തുടക്കമായിട്ടാണ് അത് കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിയോ വെന്റിൽ എന്ന് പറയുന്ന വെന്റിലേഷൻ എന്നുള്ളതിന്റെ ഇതാണ് വെന്റിൽ എന്ന് പറയുന്നത്.
അപ്പൊ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു അസ്താലിൻ പോലെയുള്ള അല്ലെങ്കിൽ സാൽബിട്ടമോൾ പോലെയുള്ള ഏതെങ്കിലും ഒരു മരുന്നായി കമ്പനിയുടെ പേരാണ് അവർ പറഞ്ഞിരിക്കുന്നത്, എന്താന്ന് പറയാൻ അറിയില്ല ഏത് മരുന്നാന്നുള്ളത്. ഈ ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും മരുന്നായിരിക്കും കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ വീസിങ് സ്ഥിരമായിട്ട് വരുന്ന കുട്ടിയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ വീസിങ് ഉള്ള കുട്ടിയാണെങ്കിൽ മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. പിന്നെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരുന്നുകളൊക്കെ സൈഡ് എഫക്റ്റിനേക്കാളും നമ്മൾ ഉപയോഗമുള്ളപ്പോഴാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് ഉപയോഗം ഉള്ളത് കൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് മാത്രം നോക്കിയിട്ട് അതിന് ഒഴിവാക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന മരുന്നല്ല. അത് ഈ ആസ്മയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന മരുന്ന് തന്നെയാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷാദ് കേൾക്കുന്നുണ്ടോ? നൗഷാദ് അലി കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. അയാൾ പോയോ? കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോയതാ. എനിക്ക് വേറെ ഒരു വിഷയം ഡോക്ടറോട് ചോദിക്കാനുള്ളത്. ഈ സൂര്യപ്രകാശമേറ്റ് ചൂടായ വെള്ളം അതുപയോഗിച്ച് കുളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഒരു 10-11 മണിയാകുമ്പോഴേക്ക് വെള്ളം നന്നായിട്ട് ചൂടാവും. നമ്മൾ ഹീറ്റർ വെച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേറെ ചിലപ്പോൾ കൈ പൊള്ളിപ്പോകുന്ന ചൂട് വരാറുണ്ട് ചില സമയത്ത്. ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നതുകൊണ്ട് ശരീരത്തിന് വല്ല ദോഷവും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ചുള്ളിക്കഥ ചോദിക്കണ കുടിക്കാനും പറ്റുമെന്ന്. നേരത്തെ പോയത് ഫേസ്ബുക്കിലേക്ക് കണ്ടൊരു വീഡിയോ കണ്ടിരുന്നു. പൈപ്പിൽ നിന്ന് നേരെ എടുത്തിട്ട് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വെള്ളം കൊണ്ടൊന്നും എന്തായാലും കുളിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന, അതായത് ഇപ്പം നമുക്കറിയാം വളരെ ചൂടുള്ള വെള്ളം നമുക്ക് തന്നെ അസഹ്യമായിട്ട് തോന്നുന്ന ഒരു സംഭവം നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കില്ല. അത് മനസ്സിലാക്കാനാണ് നമുക്ക് ഈ പറയുന്ന അണുബാധ ഉണ്ടാകില്ലല്ലോ. അണുബാധ വെള്ളത്തിലാണ് ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. ചൂടുള്ള വെള്ളം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇപ്പം നമുക്ക് താങ്ങാവുന്നതിലും കൂടുതലുള്ള ചൂടുള്ള വെള്ളമാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ചൂടാണ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും നല്ല രീതി, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്ന പോലെ ഗൾഫ് നാടുകളിലൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, ഒന്നുകിൽ രാവിലെ കുളിക്കുക പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളം നമ്മൾ ബക്കറ്റിലോ മറ്റോ എടുത്തു വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം കുളിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് ഇസ്ലാമിൽ നമുക്കറിയാമല്ലോ, വല്ലാണ്ട് ചൂടുണ്ടാക്കി മുട്ടിയുണ്ടാക്കപ്പെട്ട പാത്രത്തിൽ നിന്നൊക്കെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും വല്ലാണ്ട് ചൂടുണ്ടാക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത് എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമം തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ടാങ്ക് ഒന്നും മുട്ടിയുണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞാണ്ട് കുളിക്കാം. അപ്പം ഉസ്താദന്മാർക്ക് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും പറഞ്ഞല്ലേ. അപ്പോൾ ചില്ലർ ഉപയോഗിച്ച് തണുപ്പിച്ചത് കേടുന്നു. ചില്ലർ ഉപയോഗിച്ച് തണുപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ കൂടുതലുള്ള തണുപ്പും എന്തല്ല നല്ലതല്ല. അപ്പം അതാണ് ഞാൻ കോമൺ ആയിട്ട് ആദ്യമേ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന് നമുക്ക് അസ്വസ്ഥത തോന്നുന്ന ആ അസ്വസ്ഥത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ അസ്വസ്ഥത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്താക്കരുത്, ഉപയോഗിക്കാൻ ശരീരത്തിന് വേണ്ടാത്തതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചിലരിപ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ തീരെ കഴിഞ്ഞിപ്പോൾ എനിക്ക് കുളിക്കുന്നതേ ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞ് കുളിക്കാതിരിക്കരുത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചൂടോ തണുപ്പോ എന്താണെങ്കിലും ഒരു എക്സ്ട്രീം രീതിയിൽ, വളരെ കൂടുതലായ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്തായാലും നല്ലതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ചോദ്യങ്ങൾ വിഷയസംബന്ധമായി അല്ലെങ്കിലും ഡോക്ടർ പറയേണ്ട മറുപടി ഡോക്ടറോട്
ഹലോ, മൈക്ക് പോയില്ലേ? ഈ കുഴഞ്ഞു വീണിട്ട് മരണപ്പെടുക എന്നുള്ളത് ഈ പിന്നെ ഹാർട്ട് അറ്റാക്കിന്റെ മരണം തന്നെയല്ലേ? കാരണം കടന്നിട്ടാവുമ്പോ അത് പിന്നെ അവിടെ വിഴല് വരുന്നില്ല. ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് പള്ളിയിൽ നിന്ന് മരണപ്പെട്ടു, അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് കുഴഞ്ഞു വീണ് ഇന്നാൾ മരണപ്പെട്ടു. അതും ഹാർട്ട് അറ്റാക്കിന്റെ മരണം തന്നെയല്ലേ അത്? പിന്നെ ഒരു ചോദ്യം അതോടൊപ്പം തന്നെ, ഈ പെട്ടെന്നുള്ള മരണം എല്ലാം ഹാർട്ട് അറ്റാക്കിന്റെ മരണം ആണോ? ഇത് രണ്ടൊന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ സാർ വിശദീകരിച്ചാലും മൈക്കൂട്ടും. അസ്സലാമു അലൈക്കും. പിന്നെ മരിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ 3 കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ കണക്കിലെടുക്കുന്നത് ഒരു മരണത്തെ നമ്മൾ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 1, മനുഷ്യന്റെ ഹാർട്ടിന്റെ ചലനം നിൽക്കുക. 2, മനുഷ്യന്റെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിൽക്കുക, ശ്വാസം എടുക്കാതിരിക്കുക. 3, ബ്രെയിൻ ഡെത്ത്, അതായത് തലച്ചോറിൽ നിന്നുള്ള പ്രവർത്തനം നിലക്കുക എന്നുള്ള 3 അതിൽ തലച്ചോറിൽ നിന്നുള്ള പ്രവർത്തനം നിന്നാലും ശരീരത്തിന് ഇളക്കവും മറ്റൊന്നും ഇല്ലെങ്കിൽ തന്നെ ഹാർട്ടും ശ്വാസകോശവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തോളം എന്താവില്ല, നമ്മൾ ആള് പൂർണ്ണമായിട്ട് മരിച്ചു എന്ന് പറയില്ല. അതുകൊണ്ടാണ് ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞ വേറൊരു ടേം തന്നെ ഉള്ളത്. അതായത് അദ്ദേഹത്തിന് തലച്ചോറ് മരിച്ചിരിക്കുന്നു, പക്ഷേ രക്തയോട്ടവും മനുഷ്യന് ശ്വാസം എടുക്കുന്നതും എന്തുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. ഈ കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറയുന്നതിൽ ആള് പെട്ടെന്ന്, നമ്മളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഹാർട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ശ്വാസം നിൽക്കുകയോ രണ്ടുമാകാം. ഒന്നുകിൽ റെസ്പിറേറ്ററി അറസ്റ്റ് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട അറസ്റ്റ്, അതായത് നിൽക്കുക എന്നർത്ഥം. റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അറസ്റ്റ്, അതായത് ശ്വാസം നിൽക്കുക എന്നർത്ഥം. ഇപ്പം ഈ 2 നമ്മൾ ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി അവസാനമായിട്ട് ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നെഞ്ഞത്ത് വെച്ച് നോക്കുക, അല്ലെങ്കിൽ ശ്വാസം വലിക്കുന്ന കാര്യങ്ങൾ നോക്കുക. അത് അസസ് ചെയ്യാനുള്ള പല രൂപങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആണ് മരിച്ചു എന്ന് ഒരാൾ പറയാൻ കഴിയുക നമുക്ക്. അപ്പോൾ ഈ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് കാർഡിയക് അറസ്റ്റിനെ അല്ല, ഹാർട്ട് നിന്നു പോകുന്നതിനല്ല നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് സാധാരണ വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ വാളിലേക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും രക്തക്കുഴലുകളിൽ നമ്മൾ ഈ പറഞ്ഞ പ്ലാക്കുകൾ, അതായത് കൊളസ്ട്രോളോ മറ്റോ വന്ന് അടഞ്ഞിട്ട് ഹാർട്ടിന്റെ ഒരു ഭാഗം മസിൽ എന്ത് ചെയ്യുക, ചത്തുപോവുക. അതിന് ഹാർട്ട് പമ്പ് ചെയ്യാതിരിക്കുക. അതിന് മൂലമാണ് എന്ത് ചെയ്യണത്, ആ ശരിക്ക് പമ്പ് ചെയ്യാത്തത് കൊണ്ട് ഹാർട്ടിന്റെ ഒരു വാളിന്റെ ഒരു ഭാഗം നിന്നു പോകുന്നത് കൊണ്ട് ഹാർട്ടിന്റെ പമ്പിങ്ങിനെ ബാധിക്കുന്നത് കൊണ്ടാണ് പിന്നീടാണ് ഹാർട്ട് നിൽക്കുന്നത്. അപ്പൊ മെയിൻ കാരണമായ ഈ ഹാർട്ടിലേക്കുള്ള സപ്ലൈ, രക്തം കൊടുക്കുന്നത് നിന്നു പോവുക എന്നുള്ളതിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ പെട്ടെന്നുണ്ടാവുന്ന ഈ പറഞ്ഞ പോലെ നെഞ്ചുവേദനയോ മറ്റോ വന്നിട്ട് പെട്ടെന്ന് വീണ് മരിക്കുന്ന എല്ലാ അവസ്ഥയും സാധാരണ ഹാർട്ട് അറ്റാക്ക്, ഒരു പരിധിവരെ ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ വേറൊന്ന് കുഴഞ്ഞു വീഴുക എന്ന് ഈ പറഞ്ഞ പോലെ തലച്ചോറിലേക്ക് ഒന്നുകിൽ രക്തോട്ടം കുറയുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ ഏതെങ്കിലും രക്തക്കുഴൽ പൊട്ടിയിട്ട് തലച്ചോറിലേക്ക് എന്താവും, രക്തം വാർന്നു പോവുകയോ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ തലച്ചോറിൽ നിന്ന് പ്രവർത്തനം തുടങ്ങി ഈ തലച്ചോറ് പറ്റേ നിന്നു, ഹാർട്ടിലേക്ക് വരുന്ന ഞരമ്പുകളെ പോലും ബാധിച്ചു, അങ്ങനെ ഹാർട്ട് നിന്നിട്ടും എന്താവാറുണ്ട്, അപ്പോഴെന്താ ഹാർട്ടിലേക്ക് പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ പ്രശ്നം കൊണ്ടല്ല മരിക്കുന്നത്, തലച്ചോറിലേക്കുള്ള പ്രശ്നം കൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിലും എന്താവാറുണ്ട്, ഈ പറഞ്ഞ പോലെ കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറയുന്നത് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ആളുടെ മറ്റുള്ള ഹിസ്റ്ററികളും മറ്റുള്ള അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണെന്നും മരിക്കുന്നതിലെ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് എന്നുള്ളതും പിന്നെ തലച്ചോറിലേക്കുള്ള പ്രശ്നം കൊണ്ടും എന്താകാം വരാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തലച്ചോറിൽ മാത്രം മരിച്ച് ബ്രെയിൻ ഡെത്ത് ആയി കഴിഞ്ഞ പേഷ്യന്റിന് ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം ജീവിക്കാനുള്ള കഴിച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ അവന് വർഷങ്ങളായിട്ട് ഇപ്പോൾ വെന്റിലേറ്ററിലാന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ വെന്റിലേറ്ററിലാന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന്റെ കൂടെ ഒന്നും കൂടെ പറയാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഹോസ്പിറ്റലിൽ മരിച്ചതിന് ശേഷം 4 ദിവസം വെന്റിലേറ്ററിൽ ഇട്ടു. ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഹോസ്പിറ്റലുകാരെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. പലപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ ICUലും ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഞാൻ എമർജൻസി ആയതുകൊണ്ട് എൻ്റെ ഫീൽഡ് തന്നെ ICU എമർജൻസിയാണ്. അപ്പം ഈ നമ്മൾ പലപ്പോഴും ആളുകളെ വളരെ ക്രിട്ടിക്കലായി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആളുകളോട് ചോദിക്കും ഇങ്ങനെയൊക്കെയാണ് സംഭവം, ആളിപ്പോൾ വളരെ മോശമാണ്. അപ്പം
ഇനിയിപ്പോൾ നമുക്ക് ആകെ ഒരു വഴിയുള്ളത് പെട്ടപ്പോൾ നമ്മൾ ആള് ശ്വാസം നിന്നതിന് ശേഷം പിന്നെ കുടുംബക്കാരോട് അന്വേഷിച്ച് ഇതേപോലെ ട്യൂബ് ഇട്ടിട്ട് അല്ലെങ്കിൽ വെന്റിലേറ്റർ ഇടാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടൂല. അപ്പം അതിന്റെ മുമ്പേ നമ്മൾ പൈസ അത്ര ക്രിട്ടിക്കലായി കിടക്കുന്ന പേഷ്യൻ്റ് നമ്മൾ ചോദിക്കും, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, എന്ത് ചെയ്യും, ഈ ആൾക്ക് ട്യൂബിലൂടെ ഇട്ട് ഇപ്പോൾ ഇങ്ങനത്തെ അസുഖമാണെങ്കിൽ നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ റിക്കവർ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ആർക്കും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല. ആളെപ്പോൾ മരിക്കും എത്ര ജീവിക്കും എന്നുള്ളതൊന്നും. പക്ഷേ നമ്മൾ പറയും ഇങ്ങനെയൊക്കെ ആൾ ക്രിട്ടിക്കലാണ്, അപ്പം ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടെ നീട്ടിക്കൊണ്ട് പോകാൻ നമുക്ക് ഇങ്ങനെ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ശ്വാസകോശങ്ങളിലെ ശ്വാസം നമുക്ക് പുറത്തുനിന്ന് കൊടുക്കുകയാണെങ്കിൽ ആളുടെ ഹാർട്ടിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ പലരും പറയും എന്ത് വേണ്ട പോലെ ചെയ്തോ, ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി എന്ന് പറയും. അതായത് അതിനുള്ള പണ്ടത്തെ പോലെ മരിക്കുകയാണെങ്കിൽ മരിക്കുക, നമ്മൾ നിർത്തുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഈ ബൈസ്റ്റാൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ വെന്റിലേറ്റർ ഇടേണ്ടി വരുന്നത്. അതായത് മറ്റുള്ള ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബ്രെയിൻ ഡെത്ത് ആയ പേഷ്യന്റിനെ ചിലപ്പോൾ അവർ പറയും ഇപ്പം ഇതൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും വരും എന്ന് കരുതിയിട്ടാന്ന് വെക്കാം. നേരെ മറിച്ച് വെറും ഗൾഫിൽ നിന്ന് മോനെത്താനുള്ളതിന് 2 ദിവസം വെന്റിലേറ്റർ ഇടാൻ പറയുന്ന ഇങ്ങോട്ട് പറയുന്ന ആളുകൾ വരെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മുഴുവനായിട്ട് ഡോക്ടേഴ്സിന്റെയും ഹോസ്പിറ്റലിന്റെയും മേലെ തലയിലിട്ടിട്ട് മാത്രമൊന്നും കാര്യമില്ല. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ഈ കാര്യത്തിൽ ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുകയും ഇതിന് വേണ്ട ഒരു അവബോധം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവുകയും വേണം. അപ്പൊ എന്താണെങ്കിലും ഈ പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഈ വെന്റിലേറ്ററിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ബ്രെയിൻ ഡെത്ത് ആയ ആളെ നമ്മൾ എന്താവും ഈ പറഞ്ഞ പോലെ ശ്വാസവും മറ്റും നിന്നു പോകുന്നതിന് പകരം നമ്മൾ കൃത്രിമ ശ്വാസം കൊടുത്തിട്ട് ആളെപ്പോഴും എന്തായിട്ടില്ല, ഹാർട്ടും ശ്വാസകോശവും പ്രവർത്തനം നിലക്കാത്തിടത്തോളം കാലം ആള് മരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ബ്രെയിന് മാത്രമേ ഡെത്ത് ആയിട്ടുള്ളൂ, ബ്രെയിൻ ഡെത്ത് ആയ ആളുകളാണെങ്കിൽ. അപ്പം നേരെ മറിച്ച് ട്യൂബ് ഊരിക്കഴിഞ്ഞാൽ ആളുടെ ശ്വാസം കൃത്രിമ ശ്വാസം ആയതുകൊണ്ട് തന്നെ ട്യൂബ് ഊരിക്കഴിഞ്ഞ ഒരു പക്ഷേ അയാൾ മരിച്ചേക്കാം ആ മൊമെന്റ്. ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ആ പേഷ്യന്റെ ജീവൻ നിലനിൽക്കുകയാണ്. ഇതാണ് വെന്റിലേറ്ററിന്റെ ഉപയോഗം. അല്ലാണ്ട് വെന്റിലേറ്റർ ഇട്ടത് കൊണ്ട് മാത്രം ഒരു പേഷ്യന്റ് എന്താവില്ല, ആരും നാളെ എണീറ്റ് നടക്കും എന്നുള്ള പ്രതീക്ഷയിലൊന്നും ആരും വെന്റിലേറ്റർ ഇടാൻ ഇനി ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആർക്കും വരാതിരിക്കട്ടെ. അപ്പൊ നമ്മളെ ഇനി ഒരു അവസ്ഥ വരികയാണെങ്കിൽ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ എന്ന് ഞാൻ ഇതിനോട് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. വളരെ ഉപകാരപ്രദമായിരിക്കുന്ന ഒരു ക്ലാസ്. അല്ലാഹു തആല കൂടുതൽ ഈ രംഗത്ത് ശോഭിക്കുവാനും പുരോഗതി പ്രാപിക്കാനൊക്കെ ഡോക്ടർ സാറിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പോൾ നേരെ ഈ ആസ്തമയുമായി ബന്ധപ്പെട്ട ക്ലാസ് കേട്ടപ്പോൾ ഒരു സംശയം ഉണ്ടായത്, ഈ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ ആസ്തമ കൂടുതലായി കാണുന്നത്? അപ്പോൾ എൻ്റെ ഒരു സഹോദരിയുണ്ട്, അവർ വയനാട്ടിൽ ചില ഭാഗത്താണ് അവർ താമസിക്കുന്നത്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ആസ്തമൻ്റെ പ്രശ്നം അവിടെ പോകുമ്പോഴാണ് കൂടുതലുണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ തായിഫിൽ ഒക്കെ പോകുമ്പോൾ, തായിഫ് എന്ന് വെച്ചാൽ കുറച്ച് ഉയർന്ന സ്ഥലമാണ്, അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ ആസ്തമയുടെ ഈ പ്രോബ്ലം കൂടുതലായി കണ്ടുവരുന്നത്? അതിൻ്റെ ഒരു ശാസ്ത്രീയമായൊരു വിശകലനം കിട്ടിയാൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. അതിന്റെ ഒരു കാരണം ഞാൻ സൂചിപ്പിച്ചിരുന്നു. തണുപ്പ് ഉയരം കൂടുതലുള്ള സമയത്ത് സാധാരണഗതിയിൽ ഉയരം കൂടുതലുള്ള സ്ഥലങ്ങളിൽ സാധാരണഗതിയിൽ തണുപ്പ് കൂടുതലായിരിക്കും. തണുപ്പ് ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ തണുപ്പ് ഈ ആസ്മയ്ക്കുള്ള ഒരു ട്രിഗർ ഫാക്ടർ, അതായത് അതിനെ തുടങ്ങാനുള്ള ഒരു കാരണമാണ്. ഈ തണുപ്പാണ്, ഉയരം എന്നുള്ളത് മാത്രമല്ല അവർക്കുണ്ടാക്കുന്ന പ്രശ്നം, ഉയരത്തുള്ള തണുപ്പാണ് ഈ പറഞ്ഞ ആളുകളിൽ ആസ്മ തുടങ്ങാനുള്ള ട്രിഗർ ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നതും ആസ്മ അവർക്ക് തുടങ്ങുന്നതും. ഈ വയനാട്ടിലാണെങ്കിലും തായിഫിലാണെങ്കിലും ഒക്കെ നമുക്കറിയാം, ഉയരം കൂടുന്നതിനോടുകൂടെ തന്നെ ഉയരം കൂടുമ്പോൾ നമ്മൾ മർദ്ദ വ്യത്യാസം കൊണ്ട് നമുക്ക് തണുപ്പ് കൂടും, എല്ലാവർക്കും അറിയുന്ന കാര്യം അത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്നിടത്തോളം ആ സ്ഥലങ്ങൾ തണുപ്പ് കൂടും. ആ തണുപ്പാണ് ഇതിലുണ്ടാക്കുന്നത്. ഈ പറഞ്ഞ തണുപ്പിനെ തണുത്ത ശ്വാസം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശ്വാസകോശം അത് പുറത്തുനിന്നുള്ള എന്തോ സംഭവമാണ്, പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒഴിവാക്കാനുള്ള നമ്മുടെ ശ്വാസനാളത്തിന്റെ പ്രവർത്തനമാണ് ആസ്മ ഉണ്ടാകുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ കൂടുതൽ ദ്രവങ്ങൾ പുറപ്പെടുവിക്കുകയും അതേപോലെ ശ്വാസനാളത്തിൽ ചെറിയ രൂപത്തിൽ ചുരുങ്ങുകയും ചെയ്യുന്ന ആ അവസ്ഥയാണ് തണുപ്പിലൂടെ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആസ്മ ഉണ്ടാകാനുള്ള കാരണം. അവസാനം മനസ്സിലായെന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും. ഡോക്ടർ കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഡോക്ടർ, നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ആ വിഷയം പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ നിങ്ങളെ ചോദ്യോത്തരത്തിൻ്റെ സമയത്ത് ഞാൻ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആവർത്തനം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഏതായാലും കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്തമയെ സംബന്ധിച്ച് പൊതുവെ ഡോക്ടേഴ്സൊക്കെ പറയും അതൊരു 7 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ സുഖപ്പെടും. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ എത്ര വയസ്സ് വരെ ഈ ഓട്ടോമാറ്റിക്കലായിട്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്? ഇനി ഒരു 12 വയസ്സിന് ശേഷം അത് കാണിക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മൊത്തം അത് അവർക്ക് ഉണ്ടാവുമോ? എന്താണ് ഇതിൻ്റെ സ്വഭാവം എന്ന് വിശദീകരിച്ചെന്നാൽ ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഇത് നമ്മൾ വിശദീകരിച്ചിരുന്നു. എന്തായാലും ഒന്നും കൂടി പറയാം, അതൊക്കെ ചോദിക്കുമ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കുട്ടികൾ ഇങ്ങനെ അത്രം അല്ല, ചെറുപ്പത്തിൽ കൂടുതൽ കുട്ടികളിലും സാധാരണ അഡൽട്ടിലെ വലിയ ആളുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുമ്പോഴേക്കും, ഒരു ചുമ വരുമ്പോഴേക്കും അവർക്ക് അത് വീസിങ് ആയിട്ടും ശ്വാസം മുട്ടായിട്ടും പലർക്കും കാണാറുണ്ട്. ഇത് അവരുടെ ശരീരം എന്താണ് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ഇതിനോട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അവരുടെ ശരീരം ഈ ട്രിഗേഴ്സിനോട് ഇത് നമ്മുടെ പ്രശ്നക്കാരല്ല എന്നൊരു പരിധിവരെ മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് അഡാപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഹൈപ്പർ റിയാക്ടിവിറ്റിയാണ് നമ്മുടെ ശ്വാസകോശ ആവശ്യത്തിൽ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതാണ് ഈ ആസ്മ. അപ്പൊ കുട്ടികളോട് ഈ പറഞ്ഞ പൊടിയും അലർജിയും തണുപ്പൊന്നും പ്രശ്നക്കാരല്ല എന്ന് കുട്ടി വളർന്നു വരുമ്പോൾ ശ്വാസകോശം മനസ്സിലാക്കി കഴിയുമ്പോൾ സാധാരണഗതിയിലെ ഹൈപ്പർ റിയാക്ടിവിറ്റി കുറയും. പറഞ്ഞ് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഈ റിയാക്ടിവിറ്റി കുറയുമ്പോൾ സാധാരണഗതിയിൽ 5 അല്ലെങ്കിൽ 7 വയസ്സാകുമ്പോൾ കുട്ടികളിൽ അത് നിന്നു പോകും. പലരിലും അത് വളരെ കൂടിയ ഒരു ശതമാനം കുട്ടികളിൽ 7 വയസ്സോട് കൂടി ആസ്മ എന്ന് പറയുന്ന ശ്വാസമുട്ട് എന്ന് പറയുന്ന പ്രശ്നം അതോടെ നിൽക്കും. വളരെ കുറഞ്ഞ ആളുകളിലാവും അഡൽട്ട് സ്റ്റേജിലേക്കും വലുതാകുമ്പോഴും തുടർന്നു കൊണ്ടുവരികയും അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ പ്രിക്കോഷൻ എന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾ നമ്മൾ നെബുലൈസേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 നെബുലൈസേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഓക്കെ ആവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓറൽ അസാലിൻ പോലെ നേരത്തെ പറഞ്ഞ നിയോവെന്റിൽ പോലെ എന്തെങ്കിലും സിറപ്പുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതങ്ങനെ കൊണ്ടുപോകാൻ കഴിയും. ഇൻഫെക്ഷൻ ഇല്ലാത്തടത്തോളം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യണം. ഈ